കാവ്യ പതാക ഉയർത്തുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അഭിമാനത്തോടുകൂടി ഈ കാവ്യ പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ ഉച്ചത്തിൽ ഈ മലബാർ പോളിടെക്നിക് കേൾക്കുന്ന ശബ്ദത്തിൽ നല്ല ഉച്ചത്തിൽ വിളിച്ചെടുക്കണം മുദ്രാവാക്യം. ഇവിടുന്ന് വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റു വിളിച്ചുകൊണ്ട് ഈ കാവ്യ പതാക ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ അടിമകളായി ജീവിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഇതായിരിക്കണം ഈ ഒരു കാവ്യ പതാക. നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് മാത്രമാണ് നമ്മൾ ജയ് വിളിക്കുന്നത്. ഒരു മതവിഭാഗത്തിനെ മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല. ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ ലിംഗത്തിനോ ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഈ മലബാർ പോളിയിലെ ABVP പ്രവർത്തകർ സജീവമാകണം. എല്ലാ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇവിടുത്തെ ABVP കരുത്തന്മാർ. അത് നിങ്ങളെ ഉഷാറായിട്ട് ഈ ABVP പ്രവർത്തിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് ഇവിടുത്തെ ABVP ഇവിടുത്തെ മാനേജ്മെന്റുകൾക്കെതിരെ കുത്തക മാനേജുകളുടെ കൊള്ള ലാഭത്തിന് വേണ്ടി അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത്. അല്ലാതെ നിങ്ങൾക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലുടനീളം നടക്കുന്ന സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. ആ സമരങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം മാനേജ്മെന്റുകൾക്കെതിരെ ശബ്ദിക്കാൻ ABVP ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിനാൽ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും ABVPക്ക് കഴിയുമെന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. വാനിലുയർന്നു പറക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും. വന്ദേ മാതരം, ഇനിയും ഉറക്കെ വീണ്ടും ഉറക്കെ. വന്ദേ മാതരം, വന്ദേ മാതരം. അക്രമകാരികളല്ല ഗാന്ധി ശിഷ്യരുമല്ലേ അല്ല. പിറന്ന നാടിനു മാനം കാക്കാൻ ജ്വലിച്ചുയർന്നൊരു ദീപന്തങ്ങൾ RSSൻ പൊന്മക്കൾ ABVP പണ്ടിരണം. ആരിതു പറയുവതറിയാമോ? ആയിരം കാവിപ്പതാകകൾ പറക്കട്ടെ. ആയിരം കാവിപ്പതാകകൾ. അഞ്ജന കുങ്കുമ കാവിപ്പതാകകൾ. വാനിലുയർന്നു പറക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. വന്ദേ മാതരം.
വന്ദേ മാതരം ഇനിയുമുറക്കെ വീണ്ടും ഉറക്കെ ഇനി ഉറക്കെ വീണ്ടും ഉറക്കെ വന്ദേ വന്ദേ വന്ദേ